കേരളീയ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റേത്. 1805 ആലപ്പുഴ കൈനഗിരിയിലാണ് അദ്ദേഹം ജനിച്ചത്. 1805 എന്ന് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ് കേരളീയ സമൂഹം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സാക്ഷരത എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. എല്ലാവർക്കും എഴുതാനും വായിക്കാനും കഴിവ് ഉണ്ടാവുക, കഴിവ് നേടുക. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്ക് ജാതി മതഭേദമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, ആൺപെൺ ഭേദമില്ലാതെ വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങളും സാധ്യതകളും സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പള്ളിക്കൂടങ്ങൾ, നിരവധി പള്ളിക്കൂടങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ കേരളീയ സമൂഹത്തെ സാക്ഷരതയിലേക്ക് നയിക്കാൻ പ്രയത്നിച്ച വ്യക്തികളിൽ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ളതാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1800-കൾ മുതലുള്ള കാലഘട്ടത്തെയാണ് നമ്മളങ്ങനെ പറയുന്നത്. സമൂഹത്തിലും സഭയിലും നമുക്കറിയാം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നില്ല. മറിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും നവോത്ഥാന മണ്ഡലത്തിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹത്തെയും ചേർത്തു നിർത്തി നവോത്ഥാന ശ്രമങ്ങൾ നടത്തിയ കേരളീയനായ പുരോഹിതൻ എന്ന വിശേഷണവും അദ്ദേഹത്തിന് ഉണ്ട്. ജാതിചിന്ത അങ്ങേയറ്റമായിരുന്നൊരു കാലത്ത് ജീവിച്ച ചാവറ കുര്യാക്കോസ് അച്ഛൻ അയിത്തം പോലുള്ള അനാചാരങ്ങൾക്കെതിരെ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ആത്മീയതയിലൂന്നി പ്രാർത്ഥന ഒരു ഭാഗത്തുണ്ട്. അതേസമയം തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇതിലൂടെയെല്ലാം ആത്മീയതയിലൂടെയും മറ്റ് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. ദളിത് നവോത്ഥാനം, വിദ്യാഭ്യാസം, കാർഷിക രംഗം എന്നിവയിലൂന്നി അദ്ദേഹം പ്രവർത്തിച്ചു. ദളിത് നവോത്ഥാനം നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കാണ്. പല ക്ലാസ്സുകളിൽ നമ്മളത് തന്നെ പറയുന്നു. വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു, പള്ളിക്കൂടങ്ങൾ നിരവധി സ്ഥാപിച്ചു, സാക്ഷരതയിലേക്ക് നയിച്ചു. ഒപ്പം അധികമാരും പറയാത്ത മറ്റൊരു രംഗം എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളും ചാവറ കുര്യാക്കോസ് അച്ഛനെ വ്യത്യസ്തമാക്കിയിരുന്നു. കാരണം തൊഴിലുണ്ടാവുക, സ്വന്തമായി വരുമാനമുണ്ടാവുക, ആ തൊഴിൽ നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന കൃഷി തന്നെയാവുക എന്നത് ചാവറയച്ഛൻ മുന്നോട്ട് വെച്ച ദർശനങ്ങളിൽ ഒന്നാണ്. കൃഷിയിലൂടെ, അതായത് നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും അത് വിറ്റുകൊണ്ട് പണം നേടാൻ കഴിയുമ്പോഴും മാത്രമാണ് ഒരു സമൂഹത്തിന് സാമ്പത്തികമായി നിലനിൽപ്പുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. കൃഷിയിലൂടെയാണ് സമൂഹത്തിന് ഉയർച്ചയുണ്ടാകൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആലപ്പുഴയിൽ ജനിച്ച അദ്ദേഹം അങ്ങനെ ആയതിൽ നമുക്ക് ആശ്ചര്യമൊന്നും തോന്നേണ്ടതില്ല. കാരണം ആലപ്പുഴയുടെ ഒരു കാർഷിക പരിസരം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ കൃഷിയിലൂന്നിയ കാർഷിക മേഖലയെ സഹായിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ജനതയെ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നവോത്ഥാനം സാമ്പത്തിക മേഖലയെ കൂടി അഡ്രസ്സ് ചെയ്യുന്നതാവണമെന്നും അദ്ദേഹം കരുതിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമൂഹത്തിലെ വിഭാഗീയതകൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള, പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ പുരോഹിതനായതുകൊണ്ട് തന്നെ ധാരാളം നിയന്ത്രണങ്ങൾ, പരിമിതികൾ, സഭയുടേതായ പരിമിതികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടും അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു.
കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും വിശ്വസിച്ച ഒരു സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്നതായിരുന്നു. മനുഷ്യത്വത്തിനാണ് അദ്ദേഹം മുൻഗണന കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചൊരു കാലത്ത് സവർണർക്ക് മാത്രം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലോകപരിചയം നേടിയ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസം നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന പുരോഗമനത്തിൻ്റെ വാതിലുകൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അക്ഷരത്തിലൂടെ മാത്രമേ വിമോചനം സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അക്ഷരം പഠിക്കുന്നതിലൂടെയാണ് ജാതി മതത്തിനപ്പുറം ആളുകൾക്ക് വളരാൻ കഴിയുക, നവോത്ഥാന മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദളിതർക്കും സ്ത്രീകൾക്കും അദ്ദേഹം കൂടുതൽ പരിഗണന അക്കാര്യത്തിൽ കൊടുത്തു. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ആത്മീയമായി ഉന്നമനത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ആത്മീയമായ വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളവർക്ക് സെമിനാരികൾ, പുരോഹിതന്മാരെ അഭ്യസിപ്പിക്കുന്ന ഇടമാണ് സെമിനാരികൾ. അങ്ങനെയുള്ള സെമിനാരികൾ സ്ഥാപിച്ചു. വിദ്യാലയങ്ങൾക്കൊപ്പം അച്ചടി കടന്നു വരുന്നതോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ അറിവ് എല്ലാവരിലേക്കും എത്തുന്നത്. നമുക്കറിയാം, മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എഴുതുന്ന താളിയോലകളും മറ്റും മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത്, കൈയെഴുത്ത് പ്രതികൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാലത്ത് ഒന്നോ രണ്ടോ പുസ്തകങ്ങളാണ്, ഒരു പുസ്തകത്തിൻ്റെ ഒന്നോ രണ്ടോ കോപ്പികളാണ് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ കഴിയുക. പക്ഷേ അച്ചടിശാലകൾ സ്ഥാപിക്കുന്നതോടുകൂടി ഒരു പുസ്തകത്തിൻ്റെ തന്നെ എത്ര വേണമെങ്കിലും കോപ്പികൾ നമുക്കുണ്ടാക്കാം. കോപ്പികളുടെ എണ്ണം കൂടുന്നതിനൊപ്പം അറിവ് ലഭിച്ച ഇഷ്ടം പോലെ ആളുകൾക്ക് അത് വായിക്കാനുള്ള അവസരമുണ്ടാകുന്നു. അപ്പോൾ അച്ചടി ഇല്ലാതിരുന്നൊരു കാലത്ത് അറിവ് നേടുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അച്ചടിശാലകളുടെ വരവിന് ശേഷമുള്ള അറിവ് നേടൽ സാധ്യമായിരുന്നു. അപ്പോൾ ധാരാളം അച്ചടിശാലകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ആശുപത്രികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആശുപത്രികൾ സാധാരണ മനുഷ്യർക്ക് അഭയം തേടാനുള്ള, അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തിൽ ധാരാളം ആശുപത്രികളും അദ്ദേഹം സ്ഥാപിച്ചു. ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിലൂടെ, ആത്മീയതയിലൂടെ, ജാതി ചിന്തകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ, ആശുപത്രികളുടെ സ്ഥാപനങ്ങളിലൂടെ സാധാരണക്കാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനാണ് ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ മുൻകൈ എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിദ്യാഭ്യാസത്തിൽ ജാതി ചിന്ത ഒരു കാരണവശാലും കടന്നു വരാൻ പാടില്ല എന്നും അദ്ദേഹം ഉദ്ഘോഷിച്ചിരുന്നു. അതിനൊക്കെ ധാരാളം എതിർപ്പുകളും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. സവർണരുടെ എതിർപ്പ് നേരിടേണ്ടി വന്നതോടുകൂടി അവർ പഠിക്കുന്നിടത്തേക്ക് ദളിതരെ പ്രവേശിപ്പിക്കാതിരുന്നതോടുകൂടി ദളിതർക്കു വേണ്ടി പ്രത്യേകം സ്കൂൾ വരെ അദ്ദേഹത്തിന് സ്ഥാപിക്കേണ്ടതായി വന്നു. ഞാൻ നേരത്തെ കൃഷിക്ക് വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകൾ പറഞ്ഞു. ദളിതർക്കു വേണ്ടി നെൽപ്പാടങ്ങൾ വില കൊടുത്തു വാങ്ങി അതിലവരെ കൊണ്ട് കൃഷി ചെയ്യിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാധനാലയങ്ങളോട് ചേർന്ന് സ്കൂളുകൾ, അതിനെയാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന് നമ്മൾ പറയുന്നത്. പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ സ്കൂളാണ്. പള്ളികളോട് ചേർന്നാണ് ഈ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടത്. ആത്മീയതയും വിദ്യാഭ്യാസവും ഒരുമിച്ച് പോകേണ്ടതാണ് എന്നുള്ള വിചാരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതും ഇതിന് കാരണമാണ്. ആരാധനാലയങ്ങളോടൊപ്പം വിദ്യാലയങ്ങൾ കൂടി, പള്ളിക്കൂടങ്ങൾ കൂടി അദ്ദേഹം സ്ഥാപിച്ചു. സഭയിലും അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പുരോഹിതനായതുകൊണ്ട് തന്നെ സഭയിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം വരുത്തി. അവർണരെ മനുഷ്യരാക്കാൻ, അടിമത്തം എന്ന് പറയുന്ന, അടിമത്തം നമുക്കറിയാം, അടിമ കച്ചവടം വരെ ഉണ്ടായിരുന്ന ഒരു കാലം നമ്മളുടെ ഭാരതത്തിനും കേരളത്തിനുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർണരെ മനുഷ്യരെ പോലെ കാണാൻ, മൃഗങ്ങളെ പോലെ കണ്ടിരുന്ന, നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് എന്തിനെയാണ്? മൃഗങ്ങളെയാണ്. പട്ടിയെയും പൂച്ചയെയും ഒക്കെയാണ് നമുക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുക. മനുഷ്യരെയും അതുപോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, പരിഗണിച്ചിരുന്നത്. അതിനപ്പുറം മനുഷ്യരായി താഴേക്കടയിലുള്ള ആളുകളെ കാണാനുള്ള ശ്രമങ്ങൾ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഭാഗത്തു നിന്ന്
ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നതാണ്. അതിൽ വസ്ത്രം ഒരു പ്രധാന സംഗതിയാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് സമ്പന്നരായ ആളുകളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങി അത് പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നന്മരണ സഖ്യം എന്ന ഒരു സംഘടന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മരണം, നല്ല മരണം കിട്ടുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷികമായ അവകാശങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു ഭാഗ്യങ്ങളിലൊന്നാണ് സമാധാനമായി മരിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ മരണത്തോട് മല്ലിടുന്ന പ്രായമായവർക്കും അതുമായി വേദന അനുഭവിക്കുന്നവർക്കും ഒക്കെ പരിചരിക്കാൻ വേണ്ടി, മരണാസന്നർക്ക് പരിചരണം കൊടുക്കാൻ, അന്ത്യകാലത്ത് അവരെ ശുശ്രൂഷകൾ കൊണ്ട് മൂടാൻ അദ്ദേഹം നന്മരണ സഖ്യം എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കുന്നു. 1865 മാന്നാനത്താണ്, കോട്ടയത്താണ്, മാന്നാനത്താണ് ഒരു ഇംഗ്ലീഷ് സ്കൂൾ അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതിൻ്റെ രക്ഷാധികാരി അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ സാഹിത്യകാരനായിട്ടുള്ള, മലയാളത്തിലെ ഏറ്റവും വലിയ നിരൂപകനും ഏറ്റവും വലിയ കവിയും വിവർത്തകനും ഒക്കെയായിട്ടുള്ള കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അന്ന് ആ സ്കൂളിൻ്റെ രക്ഷാധികാരിയായി ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ സാഹിത്യമണ്ഡലങ്ങളിലുള്ളവരുടെയും സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ളവരുടെയും ഒക്കെ പ്രോത്സാഹനവും സഹായവും ഇക്കാര്യത്തിൽ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് ലഭിച്ചിരുന്നു എന്ന് കാണാം. ഇനി കന്യാസ്ത്രീ മഠങ്ങൾ, ഞാൻ നേരത്തെ സെമിനാറുകൾ സ്ഥാപിച്ച കാര്യം പറഞ്ഞു. ഒപ്പം പെൺകുട്ടികൾക്ക് വേണ്ടി കന്യാസ്ത്രീ മഠങ്ങൾ സ്ഥാപിച്ചു. അവരുടെ ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകി. മലയാളം, ഇംഗ്ലീഷ് എന്ന് വായിക്കണം. ഇംഗ്ലീഷ്, ലാറ്റിൻ, തമിഴ്, സുറിയാനി എന്നീ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആത്മീയമായ കൃതികളുണ്ട്, ഖണ്ഡകാവ്യങ്ങളുണ്ട്. ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നീണ്ട കവിതകളാണ്. നാടകം എഴുതിയിട്ടുണ്ട്, ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാഹിത്യമണ്ഡലത്തിൽ കൂടി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിട്ടാണ് നമുക്കാരെ കാണാൻ കഴിയുന്നത്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, ഇത് വൺ വേഡ് ചോദ്യങ്ങളായി വരാം: ആത്മാനുതാപം, അനസ്തസ്യയുടെ രക്തസാക്ഷിത്വം, നാളാഗമങ്ങൾ, ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്നതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. ഇടയനാടകങ്ങൾ. 1871 അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു, മരിക്കുന്നു. അപ്പോൾ 1805 മുതൽ 1871 വരെ ജനുവരി 3-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലം ആലപ്പുഴയിലും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ വരാപ്പുഴ അടുത്തുള്ള കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചത്. കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ദേവാലയം, അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയം, ഇതൊക്കെ ചവറ കുര്യാക്കോസ് അച്ഛനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുകയും നമ്മുടെ തൊട്ടടുത്ത്, നമ്മൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് ആലുവയിൽ ജീവിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഏതാണ്ട് നമ്മളുടെ അടുത്ത് തന്നെയാണ് ചവറ കുര്യാക്കോസ് അച്ഛനും ജീവിച്ചത്. ഇത്രയധികം ആളുകൾ കൊളുത്തിയ നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചവറ കുര്യാക്കോസ് അച്ഛനടക്കം തെളിച്ച പാതയിലൂടെയാണ് കേരളം നവോത്ഥാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം.